നമസ്കാരം. മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ പരിചിതമായ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. കഴിഞ്ഞ ദിവസമായിരുന്നു കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത്. വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം പങ്കെടുത്ത ലളിതമായ ഒരു ചടങ്ങായിരുന്നു അശ്വിന്റെയും ദിയയുടെയും വിവാഹം. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. ഇപ്പോഴാ തന്റെ മക്കളിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ. ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നതാണ്, നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതും. പെൺമക്കളെ ശാക്തീകരിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു നൽകാൻ കുടുംബജീവിതത്തിന്റെ ആരംഭകാലത്ത് തന്നെ മനസ്സിൽ തോന്നി. നമ്മൾ പറഞ്ഞു കൊടുത്തത് കുറച്ചൊക്കെ അവർ മനസ്സിലാക്കി, ബാക്കി അവർ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും നേടിയെടുത്തു. അവർ അവരുടെ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുത്തു. കഠിന അധ്വാനത്തിനൊപ്പം അവരുടെ ജോലി ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹം കൂടി വന്നപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പും പ്രകൃതി ഒരുക്കി കൊടുത്തു. 4 മക്കളിൽ രണ്ടാമത്തെ മകളായ ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മനസ്സിലൂടെ സന്തോഷവും സുഖവുമുള്ള പല ചിന്തകൾ കടന്നുപോയി. കുടുംബത്തിലെ എല്ലാവരോടുമൊപ്പം ഈ മംഗളകർമ്മങ്ങൾ കാണുവാനും പങ്കെടുക്കുവാനുമുള്ള ആയുസ്സും ആരോഗ്യവും തന്ന ആ അദൃശ്യ ശക്തിക്ക് നന്ദി പറയാൻ മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി എന്നും പറഞ്ഞാണ് കൃഷ്ണകുമാർ എഴുത്ത് അവസാനിപ്പിക്കുന്നത്. നിമിഷനേരം കൊണ്ടാണ് കുറിപ്പ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി മാറിയത്. ഓസി പോയപ്പോൾ സങ്കടം പോലെ ഒരച്ഛന് മാത്രം അറിയുന്ന വേദനയെന്ന് പറയുകയാണ് ആരാധകർ. അതേസമയം ഇതിനെല്ലാം സിന്ധു അമ്മ കാരണമാണെന്ന് കൂടി പറയണം. എല്ലാ പെൺമക്കൾക്കും അവരെ പോലൊരു അമ്മയെ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ കല്യാണം. എത്ര സിമ്പിൾ, റിലാക്സ്ഡ് ആണ് സോസിയും അശ്വിനും. പിതാവെന്ന നിലയിൽ മകളുടെ കല്യാണത്തിന്റെ തിരക്കുകളോ ടെൻഷനോ ഒന്നും കൃഷ്ണകുമാറിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. എന്നാൽ മകളുടെ സന്തോഷത്തിനൊപ്പം സങ്കടമുള്ളതായി തോന്നിയത് സിന്ധു ചേച്ചിക്കാണ്. അഹാന, ഇഷാനി, ഹൻസു എല്ലാവരും സൂപ്പറായിരുന്നു. അശ്വിന്റെയും നല്ല സ്നേഹമുള്ള ഫാമിലിയാണ്. പെൺകുട്ടികൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് കെട്ടുന്നതും കണ്ടിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്വന്തമായി അധ്വാനിച്ച് ആ പൈസയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി കെട്ടുന്ന ആൾക്കാരെ കാണുന്നത്. ഇവിടെ ഇവരെക്കാൾ ബഹുമാനം അർഹിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾക്കാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ല പാരന്റിംഗ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോടും അവരോടും സ്നേഹത്തിലും ബഹുമാനത്തിലും പോവുക എന്നിങ്ങനെ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ആശംസകൾ നേർന്നുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം നടന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ. അഹാനയും ഇഷാനിയും ഹൻസികയും അമ്മ സിന്ധു കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞത്. സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം രാധിക, സുരേഷ് ഗോപി, സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞതിൽ അതിയായ സന്തോഷമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ഇനി ആഘോഷങ്ങളൊന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ചെറിയൊരു വിവാഹമാണ് നമുക്കിനി വേണ്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു.